ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളവും ഗ്ലൂവും ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മുടെ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ വീണ്ടും കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ള കാര്യം. അങ്ങനെ ഞാനിവിടെ ബോട്ടിലിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഡോൾസൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിവിടെ കയ്യും കാലൊക്കെ ഒടിഞ്ഞ് കളയാൻ വേണ്ടി ഇരിക്കുന്ന ഡോളാട്ടോ. ഇതിൻ്റെ മുഖത്തായിട്ട് ഞാൻ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വാസലിന് പകരം നമുക്ക് ഏതെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇതിൻ്റെ ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. കണ്ണിൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യണില്ല, കാരണം ഇതിന് കൺപീലിയൊക്കെ ഉള്ള ഡോളാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ പോർഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഡോളിന് കൺപീലിയൊന്നും ഇല്ലയെന്ന് വെച്ചാൽ കണ്ണിൻ്റെ പോർഷനിലും കൂടി നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട്. അതിനുശേഷം നമുക്കിത് ഫേസ് ചെയ്യുന്ന ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇതുപോലെ എടുക്കാനൊക്കെ നല്ല ഈസി ആട്ടോ, കാരണം നമ്മൾ ആദ്യം തന്നെ വാസലിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഒരു രീതിയിൽ ഞാൻ വേറെ തീരെ ക്വാളിറ്റി കുറഞ്ഞൊരു ഡോളിൻ്റെ ഫേസിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫേസിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ ഈ ഒരു ഡോളിനും ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അടർത്തിയെടുത്താൽ നമുക്ക് എന്താ പറയുക, ഒരു മാസ്ക് പോലെ കിട്ടും. നമ്മളത് ആണ് നമ്മുടെ അച്ചായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. ഇതുപോലെ അങ്ങനെ അടർത്തിയെടുക്കാം. കണ്ടില്ലേ, കണ്ണിൻ്റെ പോർഷനിൽ മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത കാരണം ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ക്ലേ എടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു അച്ചിൻ്റെ ഉള്ളിൽ ക്ലേ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗത്തും വായയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്യുക. കണ്ണിൻ്റെ ഭാഗത്ത് അധികം പ്രസ് ചെയ്യേണ്ട, കാരണം അവിടെ ഹോളാണല്ലോ, അപ്പോൾ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്ലേ ഇതിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. സൂക്ഷിച്ച് പതുക്കെ ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ഫേസ് ഏകദേശം 3/4 ഭാഗത്തോളം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, മൂക്കും വായൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ ചെറിയ ഡോട്ട്സ് കാണാനില്ലേ, അത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ എയർ ബബിൾസ് ആണ്. കൈയൊന്ന് നനച്ചിട്ട്, നമ്മുടെ വിരലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അതൊക്കെ പോയി കിട്ടും. പിന്നെയുള്ളത് കണ്ണാണ്. കണ്ണിൻ്റെ പോർഷൻ നമുക്ക് ഇങ്ങനെ വിടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല കുറച്ചും കൂടി എന്തെങ്കിലും ഷേപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഈ ഒരു ബോട്ടിൽ ആർട്ടിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആവശ്യമില്ല. ഒരു ഫേസ് വേണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണിൻ്റെ പോർഷൻ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെയ്യണത് ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്കിത് വേഗം തന്നെ ബോട്ടിലിൽ ഒട്ടിക്കണമല്ലോ, കാരണം ക്ലേ അല്ലേ, വേഗം ഇത് ഡ്രൈ ആയിപ്പോവും. ഡ്രൈ ആവണതിന് മുമ്പ് തന്നെ ബോട്ടിലിൽ ഒട്ടിച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് അധികം കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യണില്ല. വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ഞാനിപ്പോൾ നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കൃഷ്ണമണിയുടെ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോള് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ബോട്ടിലിൻ്റെ ഏകദേശം നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഫേസ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചുറ്റുമുള്ള ഭാഗം പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഒരു ഫേസ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒറ്റ ഫേസ് മതി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഞാനിവിടെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്തില്ലേ, അതേ രീതിയിൽ ആദ്യം ഉണ്ടാക്കിയ ആച്ചുണ്ടല്ലോ ഗ്ലൂ വെച്ചിട്ട്, അതിൻ്റെ ഉള്ളിൽ ക്ലേ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മേലെയോ താഴെയോ സൈഡിലോ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഞാനിതിൽ കണ്ണും പുരുകൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ക്ലേ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് പുരുകത്തിൻ്റെ ഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇങ്ങനെയുള്ള 2 എണ്ണം എടുത്ത് ചേർത്ത് വെച്ച് കണ്ണിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിക്കാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കണ്ണിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ എന്താ പറയുക, കടുകുമണിയുടെ അത്രയും ഉള്ള ക്ലേ എടുത്തിട്ട് ഉരുട്ടി കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക.
എന്നിട്ട് ഒന്ന് ഉരുട്ടി അതിനൊന്ന് മടക്കി നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗമല്ലേ അതാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. ഒന്നും ചെയ്യാനല്ലേ, ഒന്ന് ഉരുട്ടുക അതിനൊന്ന് മടക്കുക, അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മളുടെ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ നടുക്കിലായിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഫേസ് ഒട്ടിച്ചിട്ടില്ലേ അതിൻ്റെ നേരെ താഴെയായിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കൂടുതലായിട്ടുള്ള ഭാഗം നമുക്ക് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ക്ലേ എടുക്കുക, ചപ്പാത്തിയൊക്കെ പരത്തില്ലേ അതേപോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ മാർക്കർ യൂസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അത് യൂസ് ചെയ്ത് പരത്തിയെടുക്കാം. കുറച്ച് നീളത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഞാൻ പിന്നെ എങ്ങനെ പരത്തിയാലും ഇതേപോലെയൊക്കെ തന്നെ വരാറുള്ളൂ ചപ്പാത്തി പരത്തുമ്പോഴും. ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലിൽ നമ്മുടെ 2 ഫേസ് അതുപോലെ കാലിൻ്റെ മുട്ട് ഇതെല്ലാം കവർ ചെയ്യണ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചുറ്റുമുള്ള ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ആയിട്ട് നമ്മളിപ്പോൾ പരത്തിയെടുത്ത ക്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുക. ചുറ്റുള്ള ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതിലിങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു നീളം എന്ന് പറയണത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫേസ് കാലിൻ്റെ മുട്ട് ഇതെല്ലാം കവർ ചെയ്യണ രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ ചുറ്റും ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് ലൈൻ പോലെ വരച്ച് കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക പൊട്ടി പൊളിഞ്ഞിരിക്കണ പോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷൻ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഫേസൊക്കെ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് പാടുള്ളൂ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുപ്പി ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കണ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതുപോലെ ഇതാക്കിയെടുക്കാം. മേലെയുള്ള ഫേസ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക, കണ്ടില്ലേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിലായിട്ടൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കൈ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തമ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കൈയുടെ ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക യൂസ് ചെയ്ത് ഓരോരോ ഫിംഗേഴ്സും ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് തമ്പ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ചൂണ്ടവിരൽ നടുവിരൽ അങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് വേറെ വേറെ ആക്കിയെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇതിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഷേപ്പിലല്ലേ ഇരിക്കണം. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇത് ഉരുട്ടി ഒന്ന് ഉരുണ്ട ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ പതുക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഓരോരോ വിരലുകളും പതുക്കെ സമയമെടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ശ്രദ്ധിക്കാനുള്ളത് ഇത് വിട്ടു പോരരുത് കേട്ടോ. ഇതിൽ നിന്ന് ക്ലേ അല്ലേ, ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ട് വിട്ടു പോരാനൊക്കെ ചാൻസാണ്. അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഓരോരോ വിരലും ശരിയാക്കി എടുക്കുക. അതിന് ശേഷം കൈയുടെ ഉൾഭാഗത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വളച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കത്തി യൂസ് ചെയ്ത് നഖത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ നഖം പോലെ തോന്നാനായിട്ട്. അങ്ങനെ ഓരോരോ വിരലുകളിലും നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കാം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളം വേണ്ട, കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗമൊക്കെ ഉള്ളിലേക്ക് പോണ രീതിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. 2-3 വിരലുകൾ മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ 2-3 വിരൽ പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ തോന്നുന്ന രീതിയിലാണ് ഒട്ടിക്കാൻ പോണത് കേട്ടോ. ഈ വിരലുകളുടെ ഇടയിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ച് നന്നായിട്ട് ഈ ക്ലേ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്ലേയും ബോട്ടിലും കൂടി ചേർന്ന് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം എടുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം.
ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റാണ് ഫുള്ളായിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. വേറെ കളർ വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ബ്ലാക്ക് കളർ പെയിൻ്റാണെന്ന്. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സിൽവർ കളർ ആക്രിലിക് പൗഡർ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ വിരൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വിരൽ വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് ഈ ബോട്ടിലിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, ഫേസിലെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ ചുറ്റും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള ചെറിയ ചെറിയ ടെക്സ്ചറൊക്കെ ചുളിവുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ബോട്ടിൽ ഈ ഒരു സിൽവർ കളർ ആക്രിലിക് പൗഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിൽ വാർണിഷ് അടിച്ച് കൊടുക്കണം. ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്പ്രേ വാർണിഷ് കിട്ടും, അത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ബോട്ടിൽ ആർട്ട്? കുപ്പി ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കണ 2 കുട്ടികളാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാനായിട്ട് പറയുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.